അപ്പൊ നമുക്കിന്നൊരു ട്രിപ്പ് ആയാലോ, അതും ബസ്സിൽ കാട്ടി കൂടി പോയാൽ എങ്ങനെ ഇരിക്കും? അതെ ഗൈസ്, നമ്മൾ പോകാൻ പോകുന്നത് ഈ ഒരു ബസ്സിലാണ് കേട്ടോ. ചാലക്കുടിയിൽ നിന്ന് രാവിലെ 6:45 ബസ് സ്റ്റാർട്ട് ചെയ്ത് അതിരപ്പള്ളി, വാഴച്ചാല്, മലക്കപ്പാറ വഴി വാൽപ്പാറ. നമ്മുടെ ട്രിപ്പിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബസ്സിലൊരു യാത്ര തന്നെ ഉണ്ടോ. കാടിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ യാത്ര പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് വേറെ തന്നെയാണ്. അത് മൃഗങ്ങളെയൊക്കെ അടുത്ത് കണ്ട് നമുക്ക് ഇങ്ങനെ ഒരു യാത്ര, കാട് കണ്ട് കാടറിഞ്ഞൊരു കിടിലൻ യാത്ര. അതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മലക്കപ്പാറ എത്തുന്നവരെയും കാടിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മുടെ ഈ ഒരു യാത്ര വന്നത്. കേരളത്തിന്റെ തമിഴ്നാടിന്റെ അതിർത്തിയിലാണ് നമ്മുടെ മലക്കപ്പാറ സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് അവിടെ നിന്നുള്ള യാത്ര തമിഴ്നാട്ടിൽ കൂടി കണ്ട ഷോളയർ ഡാമൊക്കെ കണ്ട് നല്ല മഞ്ഞത്ത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ ഒരു യാത്ര. അത് നമ്മുടെ പ്രൈവറ്റ് ബസ്സിൽ തന്നെയാണ് നമ്മുടെ യാത്ര. ചാലക്കുടിയിൽ നിന്ന് 6:45 എടുക്കുന്ന ബസ് 12 മണിയാകുമ്പോഴേക്കും വാൽപ്പാറ എത്തൂട്ടോ. 12:30 കഴിയുമ്പോഴേക്കും ഈ ഒരു ബസ് റിട്ടേൺ പോകും. വേണമെങ്കിൽ നമുക്ക് ആ ബസ്സിന് തന്നെ തിരിച്ച് ചാലക്കുടിക്ക് പോകാം. ഞങ്ങൾ വാൽപ്പാറയിൽ കുറച്ച് നേരം സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് തമിഴ്നാട് ബസ്സിൽ കയറിയിട്ടാണ് ഞങ്ങൾ മലക്കപ്പാറ എത്തിയിട്ടാ. അവിടെ നിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ആനവണ്ടിയിൽ. മലക്കപ്പാറയിൽ നിന്നുള്ള ലാസ്റ്റ് KSRTC ബസ് ആണ്. നമ്മൾ തിരിച്ച് ആനവണ്ടിയിലുള്ള ഒരു യാത്ര വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് രാത്രി കാടിന്റെ ഉള്ളിൽ കൂടി. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതേപോലത്തെ അടിപൊളി കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കിട്ടൂട്ടാ. കൊച്ചിയിൽ നിന്ന് 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ട്രിപ്പും ഈ ഒരു റൂട്ടും. അപ്പൊ ഗൈസ്, യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് ഈ ഒരു റീൽ ഷെയർ ചെയ്ത് കേട്ടോ. പിന്നെ ഫുൾ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബൈ ഫ്രം ഓൾമോസ്റ്റ് കൊച്ചി.